ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ എങ്ങനെ റോബോട്ടിക് സർജറി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ സാങ്കേതിക വശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRIയുടെ തുടരെയുള്ള ഉപയോഗങ്ങളും ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള അവയർനെസ്സും, അതായത് അവബോധവും കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. സ്കോർ കുറഞ്ഞ ഒരു ക്യാൻസർ കൂടിയുണ്ട് പ്രോസ്റ്റേറ്റിൽ. അങ്ങനത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചിലപ്പോൾ ചികിത്സിച്ചില്ലെങ്കിൽ പോലും ആ രോഗിയുടെ ആയുസ്സിനെ അത് ബാധിക്കില്ല. പക്ഷേ അത് ഏത് സ്റ്റേജിൽ കണ്ടുപിടിക്കപ്പെടുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ചികിത്സ. എങ്ങനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നു എന്ന് നോക്കാം. മിക്ക രോഗികൾക്കും വലിയ കാര്യമായ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അവർ എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പിന് പോകുമ്പോഴായിരിക്കും PSA എന്ന് പറഞ്ഞുള്ള ടെസ്റ്റ് അവിചാരിതമായി ഉയർന്നു കാണുന്നത്. PSA കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയം തോന്നാം. കാരണം PSA കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. PSA കൂടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ക്യാൻസർ ഉണ്ടായിക്കൊള്ളുന്ന ഇല്ല. അതേസമയം PSA നോർമൽ, അതായത് ബിലോ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് പോലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ സമീപിക്കേണ്ടത് നമ്മൾ വിദഗ്ധ അഭിപ്രായം തേടിക്കൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിനെ രക്തത്തിലൂടെ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ എന്നുള്ള ടെസ്റ്റാണ്. ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷനിലൂടെ നമുക്ക് പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഒരു ഫീലാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഈ ബോണിൻ്റെ ടിപ്പിൻ്റെ ഫീലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നമ്മൾ ഡോക്ടർ പരിശോധിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് ബയോപ്സിക്ക് വിധേയമാക്കേണ്ടി വരും, ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ടെസ്റ്റുകളുടെ ഒരു ക്രമത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്ന് രോഗിക്ക് സിംറ്റം ഉള്ള രോഗിയായാലും സിംറ്റംസ് ഉള്ള രോഗിയായാലും, ഇപ്പോൾ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് പ്രോസ്റ്റേറ്റ് ഉണ്ട്, കൂടെ മൂത്രം ഒഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വരികയാണെങ്കിലും അവർക്ക് സാധാ പ്രോസ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ആവാം. എന്തായാലും ശരി, നമ്മൾ ആ ടെസ്റ്റുകൾ ആ രോഗിയെ സമീപിക്കേണ്ടത് യൂറിൻ എക്സാമിനേഷൻ, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, ഗ്ലൗസ് ഇട്ടുള്ള പരിശോധന, PSA എസ്റ്റിമേഷൻ, ഈ മൂന്നെണ്ണം കൂടത്തിൻ്റെ ഒപ്പം തന്നെ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്തിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ സൈസും കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂട്ട് ക്ലിയറാണ്. ഒന്നുമില്ലെങ്കിൽ സാധാ പ്രോസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിലേക്ക് നീങ്ങാം. ക്യാൻസർ പ്രോസ്റ്റേറ്റിൻ്റെ ഭാഗത്തേക്കാണ് സംശയമെങ്കിൽ ഈ രോഗികൾക്ക് MRI പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യണം. MRIയിൽ ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. ആ സ്കോറിംഗ് സിസ്റ്റത്തിനെ ആശ്രയിച്ചിട്ടും ആണ് നമ്മൾ ബയോപ്സി ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ബയോപ്സി എടുക്കുമ്പോൾ തന്നെ പലതരം ബയോപ്സി ഉണ്ട്. ഏറ്റവും നല്ല ബയോപ്സി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ് റെക്ടൽ അൾട്രാസൗണ്ട് ഗൈഡഡോ MRI ഗൈഡഡായിട്ടോ പ്രോസ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബയോപ്സി നീഡിൽ കടത്തിക്കൊണ്ട് ചിലപ്പോൾ 12 സൈറ്റിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ 18 സൈറ്റിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ 24 സൈറ്റിൽ നിന്നായിരിക്കും. 12 സൈറ്റിൽ നിന്ന് കിട്ടാത്ത രോഗിക്ക് ചിലപ്പോൾ 18 സൈറ്റിൽ നിന്ന് എടുക്കുമ്പോഴായിരിക്കും പോസിറ്റീവ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്രോത്ത് പോലും നമുക്ക് പിക്കപ്പ് ചെയ്യാനും നമുക്ക് രോഗിക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും സാധിക്കും. ഞാൻ ഇതിൻ്റെ ബയോപ്സി പോസിറ്റീവായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാം. ബയോപ്സി നെഗറ്റീവായിട്ടുള്ള പേഷ്യൻറ്റിന് എന്ത് ചെയ്യണമെന്നുള്ളത് അന്നത്തെ സാഹചര്യം നോക്കിയിട്ട് രോഗികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നു. അതൊരിക്കൽ നെഗറ്റീവായി കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് ആവില്ല എന്നുള്ള യാതൊരുവിധ, ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, അവയർനെസ്സിന് വേണ്ടി പറയുന്നതാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു രോഗിയെ നമ്മൾ സ്റ്റേജ് ചെയ്യണം. ഏത് സ്റ്റേജിലാണ് ഈ പ്രോസ്റ്റേറ്റിലെ ക്യാൻസർ എന്നുള്ളത്. ഞാൻ ഒരു യൂറോ സർജൻ എന്ന നിലയിലും റോബോട്ടിക് സർജൻ എന്ന നിലയിലും ഏർലി സ്റ്റേജിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത്. ഏർലി സർജറിയിലുള്ള പേഷ്യൻസിനാണ് ഈ റോബോട്ടിക് സർജറി ഏറ്റവും യൂസ്ഫുൾ. കാരണം ആ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സോഴ്സ് അതോടുകൂടി റോബോട്ടിക് സർജറിയോടുകൂടി റിമൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവായിട്ട് സർജറിക്ക് താല്പര്യമില്ലാത്തവർക്ക് നല്ല റേഡിയേഷൻ ചികിത്സകളും അവൈലബിൾ ആണ്. പക്ഷേ ഒരു യൂറോ സർജൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ക്യാൻസർ ഏർലി കേസസിന് ഓഫർ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് റോബോട്ടിക് സർജറി തന്നെയാണ്. എന്തുകൊണ്ട് റോബോട്ടിക് സർജറി? സാധാ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ഓപ്പൺ സർജറിയുടെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ആദ്യത്തെ 10 വർഷം ഓപ്പൺ സർജറി ചെയ്തു, പിന്നെ കീ ഹോളിലേക്ക് മാറി, പിന്നെ റോബോട്ടിക് സർജറിയിലേക്ക് മാറി. അപ്പോൾ ഇതൊരു സർജിക്കൽ പ്രൊസീജിയറിൻ്റെ ഒരു ഇവല്യൂഷനാണ്. നമ്മളിപ്പോൾ ആദ്യം ഗിയറുള്ള കാർ ഉപയോഗിച്ചു, പിന്നെ ഓട്ടോമാറ്റിക് കാറിലേക്ക് പോയി, ഇപ്പോൾ ഇലക്ട്രിക് കാറിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു ഇവല്യൂഷനാണ്. ആ എല്ലാ ഇവല്യൂഷനിലും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
രോഗിക്ക് അത് എങ്ങനെ കൂടുതൽ ഫലപ്രദമാവും എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെയൊക്കെ ഗുണം. എങ്ങനെയാണ് രോഗിക്ക് ഗുണം വരുന്നത് റോബോട്ടിക് സർജറിയിലൂടെ? ഇതും ഹോൾ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഹോളിൻ്റെ മൂവ്മെൻറ്റ് റോബോട്ടിക് ആ മൂവ്മെൻറ്റ് സർക്കുലർ ആയതുകൊണ്ട് രോഗിക്ക് ഈ ഇട്ട ഹോളിൽ നിന്നുള്ള വേദന വളരെ കുറവായിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി വളരെ ഫാസ്റ്റായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ റോബോട്ടിക് സിസ്റ്റം കാരണം നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് ക്ലിനിക്കലി തന്നെ വീഡിയോ നോക്കിയിട്ട് തന്നെ അസസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് അധികം എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ കുറച്ചെടുത്താൽ മതി എന്ന് അറിയാൻ പറ്റും. അപ്പോൾ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ബ്ലാഡറിൻ്റെ തൊട്ട് താഴെ പെൽവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണി കേജിൻ്റെ ഉള്ളിൽ ഡെപ്തിൽ കിടക്കുന്ന ഒരു അവയവമാണ്. സാധാ ഓപ്പൺ സർജറിക്കോ സാധാ കീഹോളിനോ എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്ത് റോബോട്ടിക് ആംസ് എത്തുകയും സർജൻ കൺസോളിലിരുന്ന് ഈ റോബോട്ടിക് ആമിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. കാർ എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു അതുപോലെയാണ് ഈ റോബോട്ടിക് ആമിനെ സർജൻ കൺട്രോൾ ചെയ്യുന്നത്. റോബോട്ട് ഒരിക്കലും തനിയെ സർജറി ചെയ്യുകയല്ല, സർജൻ്റെ ബുദ്ധിശക്തിയും കരങ്ങളുടെയും പ്രവർത്തനത്തിനെ ആശ്രയിച്ചിരിക്കും റോബോട്ടിക് സർജറിയുടെ റിസൾട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ക്യാൻസറസ് ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ അനാട്ടമി, അതായത് ബ്ലാഡറും മൂത്രനാളവും തമ്മിലുള്ള അനാട്ടമി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ട്. ആ സ്റ്റിച്ചിങ് നമ്മൾ കൈകൊണ്ട് എത്ര ചെയ്താലും പെർഫെക്റ്റ് ആവില്ല. അതേസമയം നമ്മൾ റോബോട്ടിക് ആം വെച്ചിട്ട് ഒരു നീഡിലിനെ നമ്മുടെ കൈയിനെല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിനേക്കാളും വളരെ കൂടുതലാണ് ഈ റോബോട്ടിക് ആമിൻ്റെ റേഞ്ച്. ഏകദേശം 540 വരെയൊക്കെ പോകും. അപ്പം നമുക്ക് എല്ലാ സൈഡിലൂടെയും സൂച്ചർ പെർഫെക്റ്റ് ആയിട്ടെടുത്ത് ആ അനാറ്റമി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, രോഗിക്ക് നല്ലൊരു ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ആണ് ആക്ച്വലി ആദ്യം തന്നെ ഈ വളരെ വ്യാപകമായിട്ട് ഈ റോബോട്ടിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തന്നെ പിന്നീടാണ് മറ്റ് സ്പെഷ്യാലിറ്റികളിലേക്കെല്ലാം ഈ റോബോട്ടിക് സിസ്റ്റത്തിൻ്റെ ഉപയോഗം പ്രാവർത്തികമാക്കിയത്. ഇത് ചെയ്ത ആൾക്കാർക്കെല്ലാം വളരെ നല്ല റിസൾട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കമ്പയർ ടു ദ കൺവെൻഷണൽ സർജറി അല്ലെങ്കിൽ കൺവെൻഷണൽ ലാപ്രോസ്കോപ്പി സർജറിക്കും. അപ്പോൾ ഈ റോബോട്ടിക് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് റോബോട്ടിക് സിസ്റ്റം ഉണ്ട്. അതിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ട ഈ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ മോഡൽ ഡിസൈൻ ചെയ്ത കമ്പനി തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. രോഗികളെല്ലാം സംതൃപ്തരാണ് ഈ പറഞ്ഞ റോബോട്ടിക് ചെയ്തതിന് ശേഷം. റോബോട്ടിക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ രോഗികൾക്ക് പിറ്റേ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുകയും 2 ഭാഗം പ്രോസ്റ്റേറ്റ് ഒഴിവാക്കിയ ഭാഗത്ത് ഒരു ഗ്യാപ്പിനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണല്ലോ. ആ സ്റ്റിച്ച് അത് ഒട്ടിച്ചേരുന്ന വരെ ഒരു ട്യൂബ് ഇട്ട് വെച്ചിരിക്കും. ആ ട്യൂബ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് നീക്കം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 15 ദിവസം വയ്ക്കാറുണ്ട്, ചിലപ്പോൾ 20 ദിവസം വയ്ക്കാറുണ്ട്. ആ ഹീലിംഗ് പവർ, പേഷ്യൻ്റെ ബോഡിയുടെ ഹീലിംഗ് പവറിനെ ആശ്രയിച്ചുകൊണ്ടാണ് അത് തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് പേഷ്യൻറ്റിന് ഉടനെ കടക്കാവുന്നതാണ്, ജോലിയിലേക്കോ എന്തെങ്കിലും. ആകെ ഇതിൽ കാണുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പ്രോസ്റ്റേറ്റ് തന്നെയാണ് യൂറിൻ കൺട്രോളിൻ്റെ ഒരു മെയിൻ ഘടകം പുരുഷന്മാരിൽ. ഈ പ്രോസ്റ്റേറ്റിൻ്റെ കൂടാതെ വേറൊരു കൺട്രോളിങ് മെക്കാനിസം കൂടി ഉണ്ട്. ഈ 2 കൺട്രോളിങ് മെക്കാനിസത്തിൽ ഒരു കൺട്രോളിങ് മെക്കാനിസം നമ്മൾ എടുത്ത് കളയുന്നത് കൊണ്ട് രണ്ടാമത്തെ കൺട്രോളിങ് മെക്കാനിസം സഫീഷ്യൻ്റ്ലി സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഷുഗർ പേഷ്യൻസിന് അവർക്ക് ആ മസിൽസ് എല്ലാം കുറച്ച് വീക്കായിരിക്കും. ആ വീക്ക്നെസ് കാരണം മൂത്രം അറിയാതെ പോകാനും കുറച്ച് കാലം കൺട്രോളില്ലാതെ പോകാനും, പിന്നെ അത് ഗ്രാജുവലി എക്സസൈസ് എടുത്ത് ആ മസിലിനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൺട്രോൾ കിട്ടുകയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നാവുകയും ചെയ്യും. അങ്ങനെ ഏകദേശം ഓരോ സെൻറ്ററുകൾ അനുസരിച്ച് 90 to 95% ആൾക്കാരും വിത്തിൻ 3 to 6 months തന്നെ കംപ്ലീറ്റ് കോണ്ടിനൻ്റ് ആവുകയും അവർ നോർമൽ ലൈഫിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ പേഷ്യൻസിൻ്റെ ഫോളോ അപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുകൂടി അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ നല്ലതാണ്. ഓരോ ടൈപ്പ് ഓഫ് മൊഡാലിറ്റിയിലേക്കും PSAയുടെ വാല്യൂ എത്തണം എന്നുള്ളൊരു കണക്കുണ്ട്. ഇപ്പോൾ റാഡിക്കൽ സർജറി ആണെങ്കിൽ 0.01 ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോഗ്രസ് ഫ്രീക്വൻ്റായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് ഇതിന് ഏത് ലെവലിൽ എത്തുമ്പോഴാണ് ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടതാണ്. ഫോളോ അപ്പ് റെഗുലർ ആയിരിക്കണം. കംപ്ലീറ്റ് ക്യൂർഡ് ആണെങ്കിൽ പോലും നമ്മൾ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴെങ്കിലും PSA എലിവേഷൻ കാണുകയോ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എലിവേറ്റ് ആവുകയോ ചെയ്യുമ്പോൾ ഐദർ ലോക്കൽ റിക്കറൻസ് ഓർ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പെറ്റ് സ്കാൻ പോലെ PSMA പെറ്റ് സ്കാൻ പോലുള്ള സ്കാനുകളുണ്ട്. അതൊക്കെ ആ സമയത്ത് ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഓവറോൾ പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്
വളരെ നല്ലതായിട്ടുള്ള ഒരു ചികിത്സയായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാൻസർ പ്രോസ്റ്റേറ്റിനെ കുറിച്ചും അതിൻ്റെ ചികിത്സയായ റോബോട്ടിക് സർജറിയെക്കുറിച്ചും പറഞ്ഞു. പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം. കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് സംസാരിക്കാനും ക്ലിയർ ചെയ്യാനും വേണ്ടി താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആ നമ്പറിൽ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.